ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. ഞാൻ അതിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 6 വാക്യങ്ങൾ. ആ കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ടു കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു. അവനെ പിടിച്ച ശേഷം പെസഹ കഴിഞ്ഞിട്ട് ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ച് തടവിലാക്കി അവനെ കാപ്പാൻ 4 ചേവകരുള്ള 4 കൂട്ടത്തെ ഏൽപ്പിച്ചു. ഇങ്ങനെ പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥന കഴിച്ചു പോന്നു. ഹെരോദാവ് അവനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രിയിൽ പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടവനായി 2 പടയാളികളുടെ നടുവിൽ ഉറങ്ങുകയായിരുന്നു. വാതിലിൻ്റെ മുമ്പിൽ കാവൽക്കാർ കാരാഗ്രഹം കാത്തുകൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം തുടങ്ങുമ്പോഴാണ് സഭ ആരംഭിക്കുന്നത്. ആദ്യ ദിവസം തന്നെ 3000 പേർ സഭയോട് ചേർന്നു എന്ന് നാം വായിക്കുന്നു. പിന്നീട് അത് 5000-ആയി വീണ്ടും സംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ആദ്യമൊക്കെ യഹൂദന്മാരുടെ ഭരണാധികാരികൾ, യഹൂദന്മാരല്ല, റോമൻ ഗവൺമെൻറ് നിശ്ചയിച്ച ഭരണാധികാരികൾ, അവർ ക്രിസ്തീയ വിശ്വാസികളെ യഹൂദന്മാരുടെ ഇടയിലെ തന്നെ ഒരു ഉപവിഭാഗമായിട്ടാണ് കണ്ടത്. കാരണം സഭയിലുണ്ടായിരുന്ന എല്ലാവരും യഹൂദന്മാരായിരുന്നു. എന്നാൽ 12-ാം അധ്യായത്തിൽ നാം ഇവിടെ വായിച്ച ഈ സാഹചര്യത്തിൽ ഭരണാധികാരിയായ ഹെരോദാവിന് ക്രിസ്തുവിശ്വാസികൾ വേറൊരു കൂട്ടരാണ് എന്നും യഹൂദന്മാർക്ക് അവരെ ഇഷ്ടമല്ല എന്നും മനസ്സിലാക്കിയിരിക്കുന്നു. ഭരണാധികാരികൾ ക്രിസ്ത്യാനികളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നാം മുമ്പ് പഠിച്ച ഒരു കാര്യം, അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനികൾ എന്ന പേരുണ്ടായി എന്നാണ്. അപ്പോൾ അന്ത്യോക്യയിലും ഭരണാധികാരികൾ അല്ലെങ്കിൽ പൊതുജനം ഇവരെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇവരിപ്പോൾ യഹൂദ മതത്തിൻ്റെ ഒരു ഭാഗമല്ല. മാത്രമല്ല, ഇവരെ എന്തെങ്കിലും ഉപദ്രവിച്ചാൽ അത് യഹൂദന്മാർക്ക് ഇഷ്ടമാണെന്നും ഹെരോദാവിന് മനസ്സിലായി. ഇത് മനസ്സിലാക്കിയ ഹെരോദാവ് ഇവരുടെ നേതാക്കളിൽ ചിലരെ പിടിച്ചു കൊല്ലാൻ തീരുമാനിച്ചു. ആദ്യം പിടിച്ചത് യാക്കോബിനെയാണ്. ഈ യാക്കോബ് അപ്പോസ്തലന്മാരുടെ ഇടയിൽ പ്രധാനികളായിരുന്ന 3 പേരിൽ ഒരുവനായിരുന്നു. പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവ 3 പേരായിരുന്നു പ്രധാനികൾ. ഗദനസമനത്തോട്ടത്തിൽ കർത്താവിനോടുകൂടെ പോയതവരാണ്. ഒരു ബാലയെ ഉയർപ്പിക്കാൻ പോയപ്പോൾ കൂടെ പോയത് ഇവരാണ്. മറുരൂപമലയിൽ പോയത് ഈ 3 പേരാണ്. ഇവർ പ്രധാനികളായിരുന്നു. ഇതിൽ ഒരാളെയാണ് അറസ്റ്റ് ചെയ്തത്. അത് യാക്കോബായിരുന്നു. യാക്കോബ് യോഹന്നാൻ്റെ സഹോദരനാണ്. അവർ സെബദി മക്കൾ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നു. എന്തായാലും യാക്കോബിനെ ഹെരോദാവ് കൊന്നു. ഇവിടെ പ്രസക്തമായൊരു ചോദ്യം, യാക്കോബിനെ എന്തുകൊണ്ട് ദൈവം രക്ഷിച്ചില്ല? 12-ാം അധ്യായത്തിൽ പത്രോസിനെ ദൈവം രക്ഷിക്കുന്നതായിട്ട് നാം വായിക്കുന്നു. പക്ഷേ യാക്കോബിനെ രക്ഷിച്ചില്ല. ഈ ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകും. ഈ ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം പറയാൻ എനിക്ക് സാധിക്കില്ല. ദൈവത്തിൻ്റെ തീരുമാനം അങ്ങനെയായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ. യാക്കോബ് നേരത്തെ മരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിരുന്നു, അത്ര തന്നെ. ദൈവം എനിക്ക് നല്ല കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ, എനിക്ക് ദീർഘായുസ് തന്നാൽ മാത്രമേ, സാമ്പത്തിക ഭദ്രത തന്നാൽ മാത്രമേ ഞാൻ ദൈവത്തെ സേവിക്കൂ എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. എന്നാൽ ചിലർ പറയുന്നത് ദൈവം എന്നോട് എന്ത് ചെയ്താലും
ഞാൻ ദൈവത്തെ സേവിക്കും. കാരണം ദൈവത്തിന് എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അധികാരമുണ്ട്. ദൈവമാണ് എൻ്റെ ഉടമസ്ഥൻ എന്ന് കരുതി ദൈവത്തെ സേവിക്കുന്നവരുണ്ട്. ദാനിയേൽ പ്രവചനത്തിൽ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്നീ 3 ബാലന്മാർ നെബൂഖദ്നേസർ രാജാവ് വച്ച ബിംബത്തെ നമസ്കരിക്കാൻ സമ്മതിച്ചില്ല. അതിനെക്കുറിച്ച് രാജാവ് അവരോട് ചോദിച്ചു. അവർ പറഞ്ഞ ഒരു കാര്യം, ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഇനിയൊരു ഉത്തരം പറയേണ്ട ആവശ്യമേ ഇല്ല. ഞങ്ങളുടെ ദൈവത്തിന് രാജാവിൻ്റെ കയ്യിൽ നിന്നും ഈ തീയിൽ നിന്നും കഴിയും. എന്നാൽ ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ തള്ളിപ്പറയില്ല. അപ്പോൾ അതുകൊണ്ട് യാക്കോബിനെ ജീവിക്കാൻ അനുവദിച്ചോ ഇല്ലയോ എന്നതൊരു വിഷയമേ അല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഉടമസ്ഥനാണ്. ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്യുവാനുള്ള അധികാരം ഉണ്ട്. അതേസമയം നാം ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന കാര്യവും ഈ അധ്യായത്തിൽ നാം പിന്നീട് കാണുന്നുണ്ട്. ഏതായാലും യാക്കോബിനെ രക്ഷിച്ചില്ല. ഇനി പത്രോസിനെ രക്ഷിക്കുമോ എന്ന കാര്യം അറിഞ്ഞുകൂടാ. പത്രോസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിരിക്കുകയാണ്. ഹെരോദാവിൻ്റെ പ്ലാൻ യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കുക എന്നതാണ്. അദ്ദേഹം രാജാവാണ്, അധികാരമുള്ളവനാണ്. എങ്കിലും പൊതുജനത്തിൻ്റെ പ്രീതി അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് ഈ ഹെരോദാവ് നേരത്തെ യോഹന്നാൻ സ്നാപകൻ്റെ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നത്. യോഹന്നാൻ സ്നാപകൻ അയാളെ വിമർശിച്ചിരുന്നുവെങ്കിലും അയാളെ കൊല്ലുവാൻ ഹെരോദാവിന് ഇഷ്ടമല്ലായിരുന്നു. പിന്നീട് ഫിലിപ്പിൻ്റെ ഭാര്യയായിരുന്ന ഹെരോദ്യ മുഖാന്തരമാണ് ഹെരോദ രാജാവ് യോഹന്നാൻ സ്നാപകനെ കൊന്നത്. അത് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. ഏതായാലും പത്രോസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു. 16 പേരാണ് ഇദ്ദേഹത്തിന് കാവൽ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ 16 പേര് കാവൽ നിൽക്കുന്നതെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് ഒരു സൂചന കിട്ടിയത്, ഇതിനു മുമ്പ് യോഹന്നാനെയും പത്രോസിനെയും പിടിച്ച് യഹൂദ നേതാക്കൾ അവരുടെ തടവിലിട്ടായിരുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ദൂതൻ അവരെ തുറന്നു വിട്ടതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷമാണ്. അന്ന് യഹൂദന്മാർ ദേവാലയത്തിലെ പോലീസിനെ ഉപയോഗിച്ചാണ് തടവിലാക്കിയെങ്കിൽ ഇപ്പോൾ രാജാവാണ് തടവിലാക്കിയിരിക്കുന്നത്. രാജാവിൻ്റെ തടവിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് എളുപ്പമല്ല. ഇനി രക്ഷപ്പെട്ടാൽ തന്നെ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് പത്രോസിൻ്റെ കാര്യവും ഏതാണ്ട് യാക്കോബിൻ്റെ പോലെ തന്നെ ആയിരിക്കും എന്ന ഒരു ധാരണ സഭയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത്. ഇനി ഇതിൻ്റെ തലേദിവസം, അതായത് ഈ പത്രോസിനെ പുറത്തു കൊണ്ടുവന്ന് വിചാരണ ചെയ്ത് കൊല്ലുന്നതിൻ്റെ തലേദിവസം രാത്രി ഉണ്ടായ സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ആ രാത്രിയിൽ പത്രോസ് കിടന്ന് ഉറങ്ങുകയാണ്. പിറ്റേ ദിവസം കൊല്ലപ്പെടാൻ സാധ്യതയുള്ള പത്രോസ് ഉറങ്ങുന്നു. ഇതെങ്ങനെ സാധിക്കും? ചിലർക്കൊക്കെ പിറ്റേ ദിവസം പരീക്ഷയാണെങ്കിൽ ഉറങ്ങാൻ പറ്റുകയില്ല. ഇവിടെ പരീക്ഷയല്ല, ജീവൻ തന്നെ പോകാൻ സാധ്യതയുള്ള ഒരു സന്ദർഭമാണ്. പക്ഷേ പത്രോസ് കിടന്നുറങ്ങുന്നു. എങ്ങനെയാണ് പത്രോസ് ഇങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നത്? ഇതിനെക്കുറിച്ച് പല ആളുകളും പലതും പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ അവസാനം പത്രോസിൻ്റെ അവസാന കാലത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, അതായത് പത്രോസിനോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അര കെട്ടി ഇഷ്ടമുള്ളിടത്തും നടന്നു. വയസ്സായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിൻ്റെ അര കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ പത്രോസിന് വയസ്സാകും എന്നൊരു കാര്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ യേശു പറഞ്ഞത് വിശ്വസിച്ചത് വലിയ ധൈര്യം നൽകി കാണും. യേശു പറയുന്നത് വിശ്വസിക്കുന്നവർ മരണത്തെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം മരിച്ചാലും അവർ ജീവിക്കുമെന്ന വാഗ്ദത്തമാണ് യേശു തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് മരണത്തെ പത്രോസിനോ മറ്റ് അപ്പോസ്തലന്മാർക്കോ ഭയമില്ലായിരുന്നു. മരിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ എന്ന കാര്യം അവർക്ക് ഉറപ്പായിരുന്നു. ഇനി മറ്റൊരു കാര്യം, യേശു പറയുന്നത് വിശ്വസിക്കുന്ന ആളുകൾ ഏത് സാഹചര്യത്തിലും സുഖമായി ഉറങ്ങും. മരണമോ രോഗമോ ബിസിനസ് പരാജയമോ എന്തു തന്നെ ആയിക്കോട്ടെ, ദൈവം അവർക്ക് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നൽകും. അപ്പോൾ ഈ അധ്യായത്തിൽ നാം മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ദൈവം തനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. ചിലരെ രക്ഷിക്കുവാനും ചിലരെ മരണത്തിന് വിടുവാനുമുള്ള അധികാരം ദൈവത്തിനുണ്ട്.
തൻ്റെ ഇഷ്ടം പോലെ താനത് ചെയ്യുന്നു. എന്നാൽ അതിൻ്റെ അർത്ഥം നമ്മൾ പ്രാർത്ഥിക്കേണ്ട എന്നല്ല. നാം പ്രാർത്ഥിക്കണമെന്ന് ദൈവവചനം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നാം ഇടവിടാതെ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയും വേണം. എല്ലാറ്റിനും ഉപരി യേശുവിൻ്റെ വചനങ്ങൾ വിശ്വസിക്കുന്നവർക്ക് മരണ സമയത്തും രോഗാവസ്ഥയിലും പരാജയങ്ങളുടെ സമയത്തും സുഖമായി ഉറങ്ങാൻ സാധിക്കും. അവർക്ക് ദൈവം സമാധാനം നൽകും. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.